എൻ്റെ ഒരു അഭിപ്രായം ഈ മിഡിൽ ഈസ്റ്റിൻ്റെ അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയുടെ ഏറ്റവും വലിയൊരു ദുരന്തം എന്നത് ഒന്നുകിൽ അവിടെ ആ രാജ്യങ്ങളിലെല്ലാം നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിൻ്റെ ഒരു ആധിപത്യമാണ്. സ്റ്റേറ്റ് ആക്ടേഴ്സ് അല്ലെങ്കിൽ ഭരണം നടത്തുന്നതും ആളുകളും അതേപോലെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സും ഇരുവരും ഒരുപോലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ജനങ്ങളെ രാസായുധങ്ങൾ ഉപയോഗിച്ച് കൊല്ലുകയും ചെയ്യുന്ന ഒരു ഭരണ വ്യവസ്ഥയാണ് ആ മേഖലയിലെ പല രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. പക്ഷെ ഇപ്പം ഞാനിതിൽ കാണുന്ന ഒരു പ്രതീക്ഷ എന്നത് ഇപ്പൊ ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന്റെ ഒരു ഒരു തളർച്ചയാണ്. ഞാൻ അതിന്റെ പ്രതീക്ഷ എന്നുള്ളത് വേറെ അർത്ഥത്തിലാണ് പറയുന്നത്. ഈ ആ മേഖലയിലെ വലിയ അറബ് രാജ്യങ്ങൾ, ധനികരായിട്ടുള്ള അറബ് രാജ്യങ്ങൾ, ഇപ്പം UAE ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും ബഹ്റിനൊക്കെ സജിക്ക് കൂടുതൽ വ്യക്തമായി പറയാൻ പറ്റും. ഇവരൊക്കെ കഴിഞ്ഞ ഒരു 4-5 വർഷത്തിലുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നിലപാടിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ എന്നത് ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിന് സപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും മാറി നിൽക്കാനുള്ള തീരുമാനങ്ങൾ പല രാജ്യങ്ങളും ബോധപൂർവം എടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ചും സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളും. അതുകൊണ്ട് തന്നെ അതാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു പ്രതീക്ഷയായി കാണുന്നത്. ഇത്തരത്തിലുള്ള നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സും ഇത്തരത്തിലുള്ള വളരെ ബ്ലാക്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ ഭരണവശത്ത് വരികയിൽ ഇവർക്കൊക്കെ ഓപ്പറേറ്റിംഗ് ചെയ്യണമെങ്കിൽ ഇതിന് മുമ്പ് ഒരു സൗദി അറേബ്യയുടെയും അറബിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവൈലബിൾ ആയിരുന്നു. ഇപ്പം ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു അവൈലബിലിറ്റി കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പം ഇവര് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത്രയും ഭീകരമാവാനുള്ള സാധ്യതയില്ല. ഞാനൊരു കാര്യം കൂടെ ഇതിനെ പറഞ്ഞു നിർത്താൻ പറ്റുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷങ്ങളിലുള്ള ഒരു 1.5 കോടിയോളം ആളുകളാണ് ഇവിടെ നിന്നും യൂറോപ്പിലെല്ലാം മാറിപ്പോയിട്ടുള്ളത്, അഭയാർത്ഥികളായി പോയിട്ടുണ്ട്. യൂറോപ്പിന്റെ മൊത്തം ഡീസ്റ്റബിലൈസേഷന്റെ ഒരു പ്രധാന കാരണം ജർമ്മൻ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്, AFD പോലുള്ള അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഫോർ ഡോയ്ച്ച്ലാൻഡ് അല്ലെങ്കിൽ ഫ്രാൻസിലെ വലതുപക്ഷ പാർട്ടികളുടെ എല്ലാം ഇത്തരം തീവ്രമായ വളർച്ചയ്ക്കുള്ള ഒരു പ്രധാന കാരണം ഈ മേഖലയിൽ നിന്നുള്ള ഈ വൻതോതിലുള്ള കുടിയേറ്റമാണെന്നും കൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.